നമസ്കാരം. സുപ്രീം വോയ്സ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കേരളത്തെ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും MP രാജേഷ്. ചാവക്കാട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കേച്ചേരി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ സ്വകാര്യ ലിമിറ്റഡ് ബസ്സും KSRTC ലോ ഫ്ലോർ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്ക്. കേരളത്തെ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും MP രാജേഷ്. അടുത്ത പതിറ്റാണ്ടിനുള്ളിൽ കേരളത്തെ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MP രാജേഷ്. യുവജനങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ മുന്നേറ്റമുണ്ടാക്കും. ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും. നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതും ഇതുദ്ദേശിച്ചാണെന്ന് മന്ത്രി പറഞ്ഞു. ചാവക്കാട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധ ഭക്ഷണശാലകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഹോട്ടൽ കൂടാതെ ബേക്കറി, നിർമ്മാണ കമ്പനി, പാലത്തിങ്ങൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. GST പരിഷ്കരണം. ഒറ്റക്കെട്ടായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ നഷ്ടം നികത്തണം. ധനമന്ത്രി KN ബാലഗോപാൽ. പ്രധാനമന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച GST പരിഷ്കരണം സംസ്ഥാനങ്ങൾക്ക് സൃഷ്ടിക്കുന്ന വരുമാന നഷ്ടം കേന്ദ്ര സർക്കാർ നികത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന 8 സംസ്ഥാനങ്ങളിൽ നിന്നും GST കൗൺസിൽ അംഗങ്ങളായ മന്ത്രിമാർ സംയുക്തമായി ആവശ്യപ്പെട്ടു. ഈ പരിഷ്കരണത്തിന്റെ ഗുണം സാധാരണക്കാരിൽ എത്തുമെന്ന് ഉറപ്പാക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു. ഭവനിൽ ചേർന്ന യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. GST കൗൺസിലിലെ 1/3 മന്ത്രിമാർ ഇത്തരമൊരു യോഗം ചേർന്നത് ചരിത്ര സംഭവമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. GST പരിഷ്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുമെങ്കിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്യും. നികുതി കുറയ്ക്കലിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. കോർപ്പറേറ്റുകൾക്ക് നേട്ടമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കരുത്. മുമ്പ് പല ഉൽപ്പന്നങ്ങളുടെയും GST കുറച്ചപ്പോൾ അതിനനുസൃതമായി വിലയിൽ മാറ്റമുണ്ടായില്ലെന്നാണ് കേരളം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. കേന്ദ്രത്തിന്റെ ആകെ വരുമാനത്തിന്റെ 25% മാത്രമാണ് GST. എന്നാൽ സംസ്ഥാനങ്ങളുടെ 70% GSTയിൽ നിന്നാണ്. ഇതിൽ 20%മെങ്കിലും GST പരിഷ്കരണത്തിലൂടെ കുറയും. ഈ കുറവ് കേന്ദ്രം പരിഹരിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു. NV ഗോവിന്ദൻ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതും നാണക്കേടുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പരാതി തേച്ചുമായ്ച്ചു കളയാൻ ആദ്യം ശ്രമിച്ചവർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത് ഒത്തുകളിയുടെ ഭാഗമായാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ തയ്യാറാകാത്തത് അതിനാലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉയർന്ന പരാതികൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഗതികെട്ട സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. വീണ്ടും വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെയുള്ള സസ്പെൻഷൻ. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ജനപ്രതിനിധി എല്ലാ പദവികളും രാജിവെക്കണം. കാലാവധി നിശ്ചയിക്കാത്തതിനാൽ 1 മാസം കഴിഞ്ഞ് രാഹുലിന് സ്വാഭാവികമായും തിരിച്ചുവരാം. ജനങ്ങളുടെയും പ്രതികരിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെയും കണ്ണിൽ പൊടിയിടാനാണ് സസ്പെൻഷൻ. രാഹുൽ ചെയ്ത ഹീനപ്രവൃത്തിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ക്രിമിനലുകളെയും കൂട്ടി അക്രമ മാർച്ച് നടത്തിയത് എന്തിനെന്ന് കോൺഗ്രസ് നേതൃത്വം പറയണം. പോലീസിനു നേരെ തീപ്പന്തം എറിഞ്ഞ് നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസും മാധ്യമപ്രവർത്തകരെയും ആക്രമിക്കുന്നു. തൃശൂരിൽ ദേശാഭിമാനിയുടെ വാർഷികത്തിന്റെ ബോർഡുകളും CPM കൊടിമരങ്ങളും തകർക്കുന്നു. വടകരയിൽ സംഘർഷമുണ്ടാക്കാൻ ഷാഫി പറമ്പിൽ MP തന്നെ നേതൃത്വം കൊടുത്തു. വ്യാപക ആക്രമണം അഴിച്ചുവിട്ട് രാഹുലിന്റെ നെറികെട്ട പ്രവൃത്തിയെ ജനങ്ങളിൽ നിന്ന് മറയ്ക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവറുടെ ചതി. പോലീസുകാരി കഷ്ടപ്പെട്ട് ഓടി ബ്ലോക്ക് മാറ്റിയത് രോഗിയില്ലാത്ത ആംബുലൻസിനു വേണ്ടി. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഓഫീസറെ കബളിപ്പിച്ചതിന് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ നടപടി. ആംബുലൻസ് ഡ്രൈവറുടെ ചതി. അന്ന് പോലീസുകാരി കഷ്ടപ്പെട്ടോടി പാഞ്ഞ് ബ്ലോക്ക് മാറ്റിയത് രോഗിയില്ലാത്ത ആംബുലൻസിനു വേണ്ടി. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഓഫീസറെ കബളിപ്പിച്ചതിന് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ഇക്കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആയിരുന്നു തൃശൂരിൽ ബ്ലോക്കിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ പോലീസുകാരിയുടെ വീഡിയോ. രോഗിയുമായി വഴിയിൽപ്പെട്ട ആംബുലൻസിന് നിമിഷനേരം കൊണ്ട് വഴികാട്ടിയായി മാറിയ പോലീസുകാരിയുടെ വീഡിയോയ്ക്ക് നിറകയ്യടിയാണ് ലഭിച്ചത്. എന്നാൽ അന്ന് ആത്മാർത്ഥതയോടെ
കഷ്ടപ്പെട്ട് പോലീസുകാരി വഴിയൊരുക്കിയത് വെറുതെയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തിയപ്പോൾ ആംബുലൻസിൽ രോഗിയില്ലായിരുന്നുവെന്നാണ് വിവരം. ആംബുലൻസിന്റെ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ മിററിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വലതുഭാഗത്തെ മിററിലാണ് SI ഓടിവരുന്നത് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ തന്നെയാണ് വീഡിയോ പകർത്തിയത് എന്ന് വ്യക്തമായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ വാഹന ഉടമയുമായി ബന്ധപ്പെടുകയും ഡ്രൈവറുടെയും നഴ്സിന്റെയും വിവരം ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ പൊരുത്തക്കേടുകൾ തോന്നുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുവരുന്ന വഴിക്ക് അവിടെ ICU ബെഡ് ലഭ്യമല്ല എന്നറിഞ്ഞു. അങ്ങനെ ജൂബിലി മിഷനിലേക്ക് വാഹനം തിരിച്ചെന്നുമായിരുന്നു ഡ്രൈവറുടെ മറുപടി. നേരിട്ട് ഹാജരാകാൻ ഡ്രൈവറോടും നഴ്സിനോടും ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല. പിന്നീട് നിർബന്ധം പറഞ്ഞപ്പോഴാണ് ഇരുവരും ഹാജരായത്. രോഗിയില്ലാതെ സൈറൺ ഇട്ടതും ഡ്രൈവിംഗിനിടെ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തതും എല്ലാം തെറ്റാണ്. ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഉടൻ ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും. ബ്ലോക്കിൽപ്പെട്ട ആംബുലൻസിലെ രോഗിയെ കരുതി ഓടിയെത്തി വഴിയൊരുക്കിയ ഉദ്യോഗസ്ഥയെ ചതിക്കുന്ന പ്രവൃത്തിയാണ് ഡ്രൈവർ കാണിച്ചത്. മിററിൽ കൂടി ഉദ്യോഗസ്ഥ ഓടി വരുന്നത് കണ്ടിട്ടും രോഗി ഇല്ലെന്നുള്ള കാര്യം പറയാൻ പോലും ഡ്രൈവർ കൂട്ടാക്കിയില്ല. രോഗി ഉണ്ടെന്ന് കരുതി ഓടിപ്പാഞ്ഞ് വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയ ഉദ്യോഗസ്ഥയോട് ഡ്രൈവർ ചെയ്തത് ഒട്ടും ശരിയായില്ല. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ആ ഓഫീസറെ കബളിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്തതിനും ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തൃശൂർ വെള്ളിക്കുളങ്ങര കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വെള്ളിക്കുളങ്ങര ചുങ്കാലിൽ വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി എത്തിച്ച കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മറ്റത്തൂർ തെക്കേ ചുങ്കാൽ സ്വദേശി പനയങ്ങാടൻ വീട്ടിൽ അഭിജിത്താണ് അറസ്റ്റിലായത്. ഇടവേള. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി. ഫോൺ 0484230079 9496347407. തിരികെ വാർത്തകളിലേക്ക്. വ്യവസായ ഉന്നത വിദ്യാഭ്യാസ മേഖലകളുടെ ബന്ധം ശക്തമാക്കും മന്ത്രി P. രാജീവ്. വ്യവസായ മേഖലയെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തി കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുകയാണെന്ന് ലക്ഷ്യമെന്ന് മന്ത്രി P. രാജീവ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങിയ നൂതന പദ്ധതികൾ ഇതിനായി നടപ്പാക്കുന്നുണ്ട്. നിലവിൽ 10 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് അനുമതി നൽകി. ഇതുവഴി അറിവും തൊഴിൽ നൈപുണ്യം തമ്മിലുള്ള അന്തരം നികത്താനാവണമെന്ന് മന്ത്രി പറഞ്ഞു. അകമല ബ്ലോക്ക് ഓഫീസിന് മുൻവശം കാറുകൾ കൂട്ടിയിടിച്ചു, വൻ ഗതാഗത കുരുക്ക്. അകമല ബ്ലോക്ക് ഓഫീസിന് മുൻവശം കാറുകൾ കൂട്ടിയിടിച്ച് വൻ ഗതാഗത കുരുക്ക്. 14-കാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. 14 വയസ്സുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. മന്നലംകുന്ന് സ്വദേശി ബാദുഷയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള അന്തരം പരിഹരിക്കണം മന്ത്രി R. ബിന്ദു. യുവാക്കൾക്ക് നൈപുണി പരിശീലനം നൽകി വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള അന്തരം പരിഹരിക്കാനാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികൾ ആർജിക്കുന്ന അറിവ് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്താനും പ്രയോജനപ്പെടുത്തണം. അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. പ്രതിഭാധനരായ യുവതലമുറയെ വാർത്തെടുക്കുമ്പോഴും മത്സരാധിഷ്ഠിതമായ തൊഴിൽ മേഖലയെ തൃപ്തിപ്പെടുത്തുന്ന നൈപുണി ശേഷിയും പ്രവൃത്തി പരിചയമുള്ളവരായി അവരെ മാറ്റാനാകുന്നില്ല. അക്കാദമിക പഠനവും തൊഴിൽ രംഗത്തെ ആവശ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് തൊഴിലവസരങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. ഇത് പരിഹരിക്കാനാകണം. അക്കാദമിക് വ്യാവസായിക സഹകരണങ്ങൾക്ക് സർക്കാർ വലിയ പരിഗണന നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേച്ചേരി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കേരളത്തെ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും MP രാജേഷ്. ചാവക്കാട് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.